ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് പോലീസിനെ കബളിപ്പിച്ച് മുങ്ങിയ പോക്സോ കേസ് പ്രതി അറസ്റ്റായി. മലപ്പുറം മാളിയേക്കൽ സ്വദേശി മുഹമ്മദ് നാഫിനെയാണ് കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. രാഹുലാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. രാഹുൽ, ഈ കേസിന്റെ ഉള്ളടക്കം എന്താണ്? ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് പോലീസിനെ കബളിപ്പിച്ച് മുങ്ങിയ ഇയാളെ എവിടെ നിന്ന് എങ്ങനെയാണ് പിടികൂടിയത്? പ്രതീഷ്, അതായത് ഈ പ്രതി ആത്മഹത്യ ചെയ്തു എന്നാണ് എല്ലാവരും തന്നെ ഇരുന്നത്. പോക്സോ കേസ് പ്രതിയാണ്. ഇയാൾ പ്രതിയായ പോക്സോ കേസിൽ വിചാരണ നടപടികൾ കോടതിയിൽ നടന്നു വരികയായിരുന്നു. ഈ സമയത്താണ് ഇയാൾ നാടുവിടുന്നത്. യഥാർത്ഥത്തിൽ ജോലി സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി, കാളികാവിലെ വീട്ടിൽ നിന്നിറങ്ങി, പിന്നീട് ബേപ്പൂരിലുള്ള കടപ്പുറത്തെത്തുകയും അവിടെ ആത്മഹത്യാക്കുറിപ്പും ഇതുപോലെ വസ്ത്രങ്ങളടങ്ങിയ ബാഗും ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പോലീസ് നടത്തിയ പരിശോധനയിൽ ആദ്യമേ കരുതിയത് ഇയാൾ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ്. തുടർന്ന് കോസ്റ്റൽ പോലീസിന്റെയൊക്കെ സഹായത്തിൽ കടലിൽ ദിവസങ്ങളോളം പരിശോധന നടത്തിയതാണ്. ഒപ്പം സംസ്ഥാനത്തുടനീളം വിവരമറിയിച്ചു. കടലിൽ പല സ്ഥലങ്ങളിൽ നിന്നായി ലഭിച്ച മൃതദേഹങ്ങൾ, 8ഓളം മൃതദേഹങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിലൊക്കെ ഇത് മരിച്ചത് മുഹമ്മദ് നാഫ് അല്ല എന്ന് തിരിച്ചറിഞ്ഞ് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇയാളെ ആലപ്പുഴയിൽ വെച്ചാണ് അന്വേഷണ സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ടെക്സ്റ്റ് മെസ്സേജ് സുഹൃത്തിന് അയച്ചിരുന്നു. ഈ മെസ്സേജ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 2 മാസത്തിനൊടുവിൽ ആത്മഹത്യ ചെയ്തു എന്ന് കരുതിയ പ്രതിയെ ജീവനോടെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. KV രാഹുലാണ് ആ വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് പോക്സോ കേസിൽ ആത്മഹത്യാക്കുറിപ്പ് എഴുതി രക്ഷപ്പെടാൻ ശ്രമിച്ച ആളെയാണ് കുടുക്കിയിരിക്കുന്നത്.